ദൈവമേ, അവന്മാര് പറഞ്ഞ പോലെ തന്നെ വീട് കണ്ടാൽ അറിയാൻ തറവാട്ടുകാരാണെന്ന്. നീ ജംഗ്ഷനിലോട്ട് വെക്കോ, ഞാൻ കാശ് പിന്നെ തരാം. നമസ്കാരം. ദിലീപിന്റെ അമ്മയും അമ്മാവനും അല്ലേ? മോനെങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്നോ, ഞാൻ ദിലീപിന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ക്ലോസറ്റിന്റെ പേരെന്താ? ക്ലോസറ്റ് അല്ല, ക്ലോസസ്റ്റ് വെച്ചാൽ വളരെ അടുപ്പമെന്ന് പറയും. എന്റെ പേര് എബ്രഹാം ജോൺ. മുമ്പ് എബ്രഹാം ജോസ് എന്നായിരുന്നു, പേര് മാറ്റി. മോനെ കണ്ടിട്ട് നല്ല പരിചയം. വരൂ അകത്തോട്ടിരിക്കാം. എന്നെ കാണുമ്പോ പലരും ഇങ്ങനെ ചോദിക്കാറുള്ളതാ, നല്ല പരിചയമുണ്ടല്ലോ എന്ന്. ഈ അടുത്തൊരുത്തം കണ്ടപ്പോ എന്നോട് അമിതാഭ് ബച്ചന്റെ ബന്ധുവാണോ? അമിതാഭ് ബച്ചനോ? അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നല്ലോ. അമിതാഭ് ബച്ചനോ? ഇവിടെ ഇവിടെ ദിലീപിനെ ഹിന്ദിയിലോട്ട് വിളിക്കാൻ അവൻ പോയില്ലേ? അവനെ മറാഠിന്നും ഗുജറാത്തിന്നും ഗോഹട്ടിന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അതെ അതെ, തെറിയായിരിക്കും വിളിച്ചത്. മോന്റെ വീട് എവിടെയാണ്? കുമ്പളങ്ങില്. പിന്നെ അമ്മച്ചി, ഈ വീടും പരിസരവും ഒക്കെ കൊടുക്കാൻ പോണെന്ന് കേട്ടു. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. നല്ല തറവാട്ടി പറഞ്ഞവർക്കെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. മോന്റെ തറവാട് എവിടെയാ? ഞാനും നല്ല അസല് തറവാട്ടിൽ തന്നെയാ. കുമ്പളങ്ങിയിൽ തടത്തിൽ തറവാട്ടിൽ ഉണ്ണുണ്ണി തരകന്റെ തറവാടിയായ മകൻ എബ്രഹാം ജോൺ. എന്നാ മോനെ ഞാൻ ഇരിക്കല്ലേ അമ്മച്ചി മോനെ എന്തേലും കുടിക്കാൻ തന്നില്ലെങ്കിൽ മോശല്ലേ? ഞാൻ ഇപ്പൊ മോശം മോശം, ഭയങ്കര മോശം. ഞാനിപ്പോ വരാം. നല്ല അന്തസ്സുള്ള തറവാട്ടുകാരൻ, വിൽപ്പന നടക്കുന്ന ലക്ഷണമുണ്ട്. എന്റെ ജീവിതം ഒന്ന് കലങ്ങി തെളിയും. ചേച്ചി, ഈ വിമ്മിനേക്കാൾ നല്ലത് ടിക് ഇല്ലേ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കുമാര. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അത് എടുത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ആടിന് കൊടുത്തു. അയ്യോ, ആ ചെറുക്കന് ഭാഗ്യമില്ലാതായല്ലോ. അതേന്നേ. ഇത് മോൻ കുടിക്കി. താങ്ക്സ്. കോർപ്പറേഷൻ വാട്ടറാണെന്ന് തോന്നുന്നു, വല്ലാത്ത ടേസ്റ്റ്. അത് പരിചയമില്ലാത്തതുകൊണ്ടാകാം. പിന്നെ അമ്മച്ചി, ഈ വീടിന് ചുറ്റും ഒരു 1 ഏക്കർ സ്ഥലം ഉണ്ടാവോ? വരും വരും, ധാരാളം മതി. കുറച്ച് കഴിയുമ്പോ 2 ഏക്കറെങ്കിലും വേണ്ടി വരും. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ വിമ്മ് കലക്കി കൊടുത്താ ഉടനെ വിവരം അറിയോന്ന്? എന്റെ വേളാങ്കണ്ണി മാതാവേ, വിമ്മ. പ്രിയ സതീഷിന് പുതിയ വീട്ടിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നോട് എപ്പോഴും ആവശ്യപ്പെടാറുള്ള കാര്യം, സതീഷിന് വേണ്ടി ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു. കരാറുകൾ ഒപ്പിട്ട എന്റെ ഈ പടം കൂടി കഴിഞ്ഞാ അഭിനയം നിർത്താനാണ് എന്റെ തീരുമാനം. പിന്നെ ഞാനിപ്പോ ഒറ്റയ്ക്കല്ല, എനിക്കിപ്പോ 4 കൂട്ടുകാരുണ്ട്. ദിലീപും ബാലനും സാബുവും അപ്പൂസും. രസമുള്ള കഥാപാത്രങ്ങളാണ് കേട്ടോ. വരുമ്പോ പരിചയപ്പെടുത്തി തരാം. അമ്മയ്ക്ക് സുഖല്ലേ? കണ്ടിട്ടില്ലെങ്കിലും അച്ഛനും അമ്മയില്ലാത്ത എനിക്ക് എല്ലാം ആ അമ്മയാണ്. ഈ 12-ന് എന്റെ ബർത്ത്ഡേ ആണ്, അറിയാമല്ലോ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Many happy returns of the day. Thank you. എനിക്ക് ശരിക്കും സന്തോഷായി. അതൊന്നാണ് ഇപ്പൊ സതീഷ് നായരോട് ഉണ്ടായിരുന്നെങ്കിലേ. ദിലീപ്, ഒരു ഉഗ്രം ബർത്ത്ഡേ പാർട്ടി, അനുമോദനങ്ങളുമായി എത്തുന്ന സിനിമാക്കാർ, മറ്റു പ്രവർത്തകർ, അതിനു നടുവിൽ ഒരു രാജകുമാരിയെ പോലെ പട്ടുസാരി ഉടുത്തിരിക്കുന്ന മാഡം പിറന്നാൾ സമ്മാനവുമായി വരുന്ന ഒരാളെ കാത്തിരിക്കുന്നു. ഒരാളെ. ഇതേതന്നെയാ പരത്തണ്ടി ചേട്ടാ? അണ്ണാ, ചേട്ടന്റെ ചേട്ടാ, വല്ലതും തരണേ. ഓ അണ്ണാ, വല്ലതും തരണേ. ഇറക്കുന്നല്ലോ തുറക്കുന്നത് എന്തിനാ ചേട്ടാ? ചേട്ടന് പണി തുടങ്ങിയിട്ട് കുറച്ചില്ലേ ഉള്ളൂ. എന്റെ പൊന്നനിയാ, ഇതുപോലെ പലതും തുടങ്ങി കുളമായിട്ടാ ഞാൻ ഈ പണിക്ക് വന്നിരിക്കുന്നു. എന്റെ കഥ കേട്ടാ തെണ്ടാത്തവനും തെണ്ടും. അതെന്ത് കഥയാ? ഈ കാലത്ത് പണിയെടുത്തിരിക്കാൻ മനുഷ്യന്മാര് സമ്മതിക്കൂല. ഇവിടെ ആകുമ്പോ സ്വസ്ഥമായിട്ടിരുന്ന് തെണ്ട. എല്ലാവർക്കും തരാം. നിനക്ക് 10 പൈസ, നിനക്ക് 4 ബഹളം വയ്ക്കല്ലേ പിച്ചക്കാരന്മാരി.
തരാന്നേ ഞാൻ. നിനക്കെന്താണ് മുഖല്ലേ? അത് കാണാണ്ടിരിക്കണം അമ്മച്ചി നല്ലത്. ഈ ശബ്ദം എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ. ഇല്ല, കേൾക്കാൻ വഴിയില്ല. ഏയ് അങ്ങനെ വരാൻ വഴിയില്ല. ഇല്ല ഇല്ല. എടാ നിന്റെ മുഖം ഞാൻ കാലിനെ പറ്റി. അയ്യോ സത്യമായിട്ട് വേണ്ട, കാലിനെ പറ്റി. അയ്യോ, അത് ഞാൻ. അയ്യോ നമ്മുടെ കള്ള, നീ ഇവിടം വരെ എത്തിയോ? എന്റെ കൊല്ലം പറ്റി. ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്ത്? നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്കറിയാത്. എടാ കുന്നുകോളില്ലാത്ത മേപ്പ് വിറ്റു നീ എന്റെ മോന്റെ കാശ് മുഴുവൻ നീ തട്ടി. എടാ കള്ള, നിന്നെ ഞാൻ എന്താണ് നീ ചെയ്തത്? കുന്നുകോളില്ലാത്ത മേപ്പ് വിറ്റല്ലേ? എടാ നിങ്ങൾ എല്ലാവരും പോയിട്ട് ഇവനെ കൊല്ലും. എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. അയ്യോ അയ്യോ എന്റെ ദൈവമേ, അയ്യോ അവന്റെ പണി ഇതോടെ തീർന്നു. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. എന്താ കാര്യം? താങ്ക് യു. ഐ ആം സേവിയർ. സേവിച്ചനെന്ന് വിളിക്കും. ഞാൻ തോമസ്, തൊമ്മിച്ചനെന്ന് വിളിക്കും. അയാൾ അപ്പു അപ്പച്ചാന്ന് വിളിച്ചോ? സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുക. ഞങ്ങളുടെ നാട്ടിലൊരു ക്ലബിന്റെ വാർഷികത്തിന് ഉദ്ഘാടനം ചെയ്യാൻ മിനിസ്റ്റർ വരാമെന്ന് ഏറ്റിരുന്നതാ. പക്ഷെ അവസാന നിമിഷം മിനിസ്റ്റർ ആ പ്രോഗ്രാം റദ്ദ് ചെയ്തു. ഇത്തിരി പ്രശസ്തിയുള്ള ആരെങ്കിലും ഉദ്ഘാടനത്തിന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആകെ കുഴയും. അവസാനം ആലോചിച്ചപ്പോ ദിലീപിന്റെ പേരാ പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾ ഒന്ന് സഹായിക്കണം. ഈ പ്രോഗ്രാം ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോ ഒന്നാമതേ എനിക്ക് എന്നെ ആരും അങ്ങനെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. ദിലീപിന്റെ അത്ര പ്രശസ്തി ഇപ്പൊ മറ്റാർക്കുണ്ട്? പറ്റില്ലെന്ന് പറയരുത്. ഇല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ ആകെ നാറും. ഞങ്ങൾക്ക് 1 മണിക്കൂർ തന്നാ മതി പ്ലീസ്. അതിപ്പോ ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. സമ്മതമാണെന്ന് പറയടാ. ശരി, ഞാൻ വരാം. പക്ഷെ കൃത്യസമയത്ത് തന്നെ തിരിച്ചെത്തിക്കണം. ഷൂട്ടിംഗ് ഉള്ളതാ. അത് ഞങ്ങൾ ഏറ്റു. നിങ്ങളും കൂടിയൊക്കെ വരണം. പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. ബൈ. ആ, ക്ലബ് പ്രസിഡന്റ് ഇവിടെയുണ്ട്. പരിപാടിക്ക് മുമ്പ് ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. വരൂ പ്ലീസ്. വരണം. എന്തെങ്കിലും ഒന്ന് ഡീസന്റ് അവിടെ. ഇരിക്കെ. അവിടെ ഇരിക്കും പ്ലീസ്. എത്ര മണിക്ക് ഉദ്ഘാടനം? ഉദ്ഘാടനം എല്ലാം കൃത്യസമയത്ത് തന്നെ നടക്കും. ടെൻഷൻ അടിക്കാതെ. ഉദ്ഘാടന സ്ഥലം എവിടെയാ? ആ, ഏതാണ്ട് ഇതൊക്കെ തന്നെയാ ഉദ്ഘാടന സ്ഥലം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. സ്റ്റേജ് ഇല്ല, മൈക്കില്ല, ഓഡിയൻസും ഇല്ല. അതൊന്നും സാരമില്ല. ആ, എങ്കിൽ പിന്നെ ഉദ്ഘാടനം അങ്ങ് തുടങ്ങിയേക്കാൻ കാണിച്ചു തരാം. നിന്നെയല്ല അവന്മാരെ. നീയേ ലൂക്കോച്ചായന്റെ നേർച്ചക്കൂഴിയാ. നിന്നെ തല്ലിയ ലൂക്കോച്ചായന് പിടിക്കില്ല. ശരിക്കും പൂച്ചവന്മാരെ. ഇനി നിന്നെ തല്ലിയാൽ നീ ചത്തുകൂടാ എലുമ്പ. മക്കളെ ഇനി നിർത്തിക്കേ. ഇതാണ് പിള്ളേരല്ലേ? അതെ. ഉദ്ഘാടനം കഴിഞ്ഞോടാ സേവിച്ച? ആ, കുറേശ്ശൊക്കെ. തൊമ്മച്ചനോ? ഈ പറഞ്ഞ പോലെ കൊള്ളാം. മോന്റെ പേരെന്താന്നാ പറഞ്ഞേ? ദിലീപ് അല്ലേ? ഖുഷ്ബുവിന്റെ പുതിയ രക്ഷകൻ. ആ മോന്റെ കയ്യൊന്ന് നീട്ടിക്കേ. പേടിക്കൊന്നും വേണ്ട. നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കല്ലുവെച്ച ഒന്നാം തരം ഒരു സ്വർണ മോതിരം. പിന്നൊരു കാര്യം, എന്നോട് വേണ്ട പോലൊക്കെ സഹകരിച്ചില്ലെങ്കിലേ നിനക്ക് തന്ന ഈ മോതിരം
എനിക്ക് തിരിച്ചെടുക്കേണ്ടി വരും. അത് ചിലപ്പോ ഈ വിരല് മുറിച്ചിട്ടായിരിക്കും, ചിലപ്പോ ഇവിടെ മുറിച്ചിട്ടായിരിക്കും, ചിലപ്പോ നിന്നെ കൊന്നിട്ടായിരിക്കും. അതെല്ലാം നിന്റെ പെരുമാറ്റം പോലിരിക്കും, അല്ലേ? അല്ലേടാ? പിന്നെ ദിലീപേ, പുഷ്പുവിന്റെ പുറകുള്ള നടപ്പില്ലേ, അതൊക്കെ നിർത്തിയേക്കണം. അതൊന്നും അച്ഛന് ഇഷ്ടമുള്ള കാര്യമല്ല, അറിയാലോ. പിന്നെ ഇവന്മാർക്കും ഒരു സമ്മാനം ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, പിന്നീട്. സേവിച്ച എന്തോ തുമച്ച ഓ ഉദ്ഘാടനം കഴിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞുങ്ങളെ അങ്ങ് പറഞ്ഞു വിട്ടേ. ഏ